നമുക്കിന്ന് രാവിലത്തേക്ക് ചൂട് പുട്ടായിരുന്നേ. അരിപ്പുട്ടായിരുന്നു. അപ്പോൾ അരിപ്പുട്ടായതുകൊണ്ട് അതിലൂടെ പയർ പുഴുങ്ങിയതാക്കാന്ന് വെച്ചിട്ട് പയറൊക്കെ പുഴുങ്ങിയപ്പോഴത്തേക്കാണ് നന്നേ അങ്ങ് വെന്തു പോയത്. കാരണം ആരും പയർ വലുതായിട്ട് എടുത്തില്ല. അങ്ങനെ പിന്നെ നമ്മളൊരു മത്തങ്ങ വാങ്ങിച്ചിട്ട് മത്തങ്ങയിട്ട് എരിശ്ശേരി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മത്തങ്ങ എല്ലാം അങ്ങ് വേവിക്കാനിട്ടു. പയറിന് വേവിക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി നല്ല വെന്തിരിക്കുകയാണ്. പിന്നെ ഇത് ഈ മീനാണ് കിട്ടിയത്. ചന്തയിൽ നിന്ന് ഉണ്ണിമേരിയാന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇതിൻ്റെ പേര് വേറെ എന്തോ ആണ്. അങ്ങനെ ആ മീനും വാങ്ങിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നമുക്കത് പുളിയമ്പളം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുളിയമ്പളത്തിനെല്ലാം അരിഞ്ഞ് സെറ്റാക്കി കൊടുത്തു. എല്ലാം നമ്മളെല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അമ്മ ചെയ്തു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ബാക്കിയുള്ള വീഡിയോസ് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഏതാണ്ട് ഈ മെഴുക്ക് പുരട്ടി നമ്മൾ രാവിലത്തേക്ക് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തതിൻ്റെ ബാക്കിയാണ്. അങ്ങനെ നമ്മുടെ എരിശ്ശേരി എല്ലാം അമ്മ അങ്ങ് റെഡിയാക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പുളിയമ്പളം കറിയാണ്, അതെല്ലാം അമ്മ റെഡിയാക്കുകയാണ്. പിന്നെ ആ മീനിനകത്തുനിന്ന് കുറച്ചെടുത്ത് പൊരിക്കാനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങ് റെഡിയാക്കി. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്